ഇത് മസ്ക ബണ്ണെന്ന് പറഞ്ഞ പുതിയൊരു ബന്നുണ്ടല്ലോ. അതിന് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടറാണിത്. എന്നുണ്ടായത് ഞാൻ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ ഇത്രയും ബട്ടർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇത് മസ്ക ബണ്ണ്. ഇനി പാൽപ്പൊടി കണ്ടൻസ്ഡ് മിൽക്കുണ്ട്, അത് 1 സ്പൂണ്. അത്ര മതി, മധുരം അനുസരിച്ച് മതി. ആവശ്യത്തിന് മധുരം മതി. കൂടുതൽ മധുരമായ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇതിനി മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തത് ഈ പാൽപ്പൊടി ബട്ടറും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്ത് കൂട്ടാം. മസ്ക ബണ്ണിൻ്റെ കൂട്ടാത് അതിൻ്റെ ഫില്ല് ചെയ്യാനുള്ള സാധനം നമ്മൾ ഇത്രയും കട്ടിക്കെടുത്തെങ്കിൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. മിൽക്ക് മെയ്ഡ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഒന്നിനും പറ്റാതെയാവും. ബന്നിനുണ്ട് ഇങ്ങനെ നെടുകെ കീറണം, മുറിച്ചിട്ട് ഇനി ഈ കൂട്ടതിനകത്തോട്ട് ചേർക്കണം. കണ്ടോ, ഇത്രയും കൂട്ടൊന്ന് ആവശ്യം പോലെ ചേർക്കാം. കൂടുതലായി ഇപ്പോൾ വെച്ച് സൈഡിലൊക്കെ ചേർക്കും. ഇതിങ്ങനെ വാനില എസൻസോ വേറെ ഒരു സാധനങ്ങളും ചേർക്കണ്ട. പാലും മിൽക്ക് മെയ്ഡും ബട്ടറും മാത്രം മതി. കണ്ടോ, നമ്മൾ എടുക്കുന്ന സാധനം നല്ലതായിരിക്കണമെന്നേ ഉള്ളൂ. ഇതാണ് മസ്ക ബണ്ണെന്ന് പറയുന്ന സാധനം. കണ്ട, ഇഷ്ടപ്പെട്ട? ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഒരു മസ്ക ബണ്ണിന് എല്ലാവർക്കും തരാമെന്ന് വിചാരിച്ചു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയറുമാണ്, എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു കണക്കിന് ഞാനൊരു മസ്ക ബണ്ണ് തയ്യാറാക്കിയത് നിങ്ങൾക്കും എല്ലാവർക്കും കൂടെ വേണ്ടി. ഹാപ്പി ന്യൂ ഇയർ. സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.